ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. ശരിക്കും ഇതൊരു അൺബോക്സിംഗ് വീഡിയോ അല്ല, ഇതൊരു യൂസേജ് റിവ്യൂ ആണ്. കഴിഞ്ഞ 5 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു റിവ്യൂ പറയാനാണ്. സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പോൾ ആംബ്രെയിൻ വൈസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഞാനിത് ഡിസംബറിൽ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അത്രയും നാളത്തായിട്ട് എനിക്ക് എന്താ പറയുക, ഇതിന് തോന്നിയ കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് ആണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് എത്രത്തോളം ഡേ ടു ഡേ ലൈഫിൽ നമുക്കിത് യൂസ്ഫുൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്, അതുപോലെ ഒരു ചാർജിങ് ഡോക്കും വരുന്നുണ്ട്. വേറെ ഡോക്യുമെന്റേഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത്ര തന്നെയാണ് സ്മാർട്ട് വാച്ചിൽ വരുന്നത്. അതുപോലെ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ ബോക്സിൽ തന്നെ ലേബൽ ചെയ്തിട്ടുള്ളത് ഇത് 1.78 AMOLED ഡിസ്പ്ലേ ആണ്. ശരിക്കും ഈ ഒരു വാച്ചിൽ ഞാൻ അട്രാക്ട് ആവാനുള്ള മേജർ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡിസ്പ്ലേ തന്നെയാണ്. കാരണം AMOLED ഡിസ്പ്ലേ വിത്ത് 1000 nits ഓഫ് ബ്രൈറ്റ്നസ് വരുന്ന വേറൊരു സ്മാർട്ട് വാച്ച് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇല്ല. ആസിഫിനും ഇല്ല, എന്തായാലും ഇല്ല. കാരണം അവർ അത്രയും നല്ലൊരു ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റേറ്റ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ റേറ്റ് ഞാൻ എടുത്തതിനെക്കാട്ടിയും കുറവാണ് ഈ വാച്ചിന്. റേറ്റ് ഞാൻ എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ 1000 nitsന്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിൽ പോലും വ്യൂയിങ് ആംഗിൾസ് ഒക്കെ പക്കയാണ്. അതുപോലെ തന്നെ 24/7 ഹാർഡ് മോണിറ്ററിങ്, പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. OLED ആയതുകൊണ്ട് എന്തായാലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അൺപെയർ ടെക്നോളജി വരുന്നുണ്ട്. 7 days ബാറ്ററി ബാക്കപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം 7 to 8 days എനിക്കും കിട്ടുന്നുണ്ട്. സ്റ്റാൻഡ് ബൈ ടൈമും അത്യാവശ്യം മോശമല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ 100+ സ്പോർട്സ് മോഡ് ഉണ്ട്. അപ്പം അതൊക്കെ ആര് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ സ്പോർട്സ് മോഡൊന്നും വലുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. എനിവേ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല ചോയ്സ് തന്നെയാണ്. പിന്നെ ഇതിൽ അതേപോലെ തന്നെ IP68 വാട്ടർ റെസിസ്റ്റന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വാച്ചിന്റെ കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ ഇതിന്റെ യൂസർ ഇന്റർഫേസും പിന്നെ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആണ് ഇതിന്റെ ഡൗൺലോഡ് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം എന്താണെന്നൊക്കെ ഉള്ളത്. വാച്ച് ഓൺ ആയി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു യൂസർ ഇന്റർഫേസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് കണ്ടോ ഈ വാച്ച് ഫേസ് എല്ലാം മാറ്റാൻ പറ്റും. ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് ഒരു 5-6 ഓൾറെഡി കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് കസ്റ്റമായിട്ട് വാച്ച് ഫേസ് ഇടാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫോണിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ബാർ വരുന്നത് മേളിൽ. അപ്പോൾ ഇതിൽ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും, നമുക്ക് ബ്രൈറ്റ്നസ് അറിയാൻ പറ്റും, ടോർച്ച്, അതുപോലെ ഡു നോട്ട് ഡിസ്റ്റർബ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ലോക്ക്, സെറ്റിംഗ്സ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. മേളിലായിട്ട് നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷനും കാണാൻ പറ്റും. പിന്നെ ഈ താഴെ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫോൺ കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും അറിയാൻ പറ്റാത്തത്. അതുപോലെ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, പിന്നെ അതുപോലെ എത്ര സ്റ്റെപ്പ്, ഡിസ്റ്റൻസ്, അതുപോലെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്ലീപ്പ് മോണിറ്ററിങ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ SpO2 ബ്ലഡിലെ ഓക്സിജൻ ലെവലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക്, ഇത്രയും. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു യൂസർ ഇന്റർഫേസ്. വളരെ ഈസിയാണ്, അതുപോലെ ഭയങ്കര പെർഫോമൻസ് ആണ് ഈ ഒരു വാച്ച്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 60 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ വരുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്വിക്ക് ടോഗിൾസ് കാണാൻ പറ്റും. അതിൽ കോള് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ആക്ടിവിറ്റീസ് ട്രാക്കിങ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കോള് കൊടുക്കുമ്പോഴത്തേക്കും കീപാഡിൽ നമുക്ക് നമ്പർ ഡയൽ ചെയ്ത് ഡയറക്റ്റ് കോൾ ഇതിന് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് എപ്പോഴും പോകുന്നതെന്ന് പറഞ്ഞാൽ സൈഡ് സ്വൈപ്പിംഗ് ആണ്. ഈ രണ്ട് സൈഡിലും സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ബാക്ക് എന്താ പറയുക ബാക്കിലോട്ടുള്ള ഓപ്ഷനിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സെറ്റിംഗ്സ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഓപ്ഷൻസ് വരുന്നുണ്ട്. സെറ്റിംഗ്സിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ക്വിക്ക് മെനു, അതേപോലെ മെനു സ്റ്റൈലൊക്കെ നമുക്ക് ഇതുപോലെ എങ്ങനെ വേണം മാറ്റും. പിന്നെ സൗണ്ട് ആൻഡ് വൈബ്രേഷനിലും കുറച്ച് ഫീച്ചേഴ്സ് വരുന്നത്. ഇപ്പോൾ റിംഗ്, മീഡിയ സൗണ്ട്, വൈബ്രേഷൻ, അതുപോലെ തന്നെ ഫോണിന്റെ റിംഗ് ടോൺ തന്നെ ഇതിൽ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് സ്വിച്ച് ആണ്. അതായത് നമ്മളിപ്പം മിക്ക സ്മാർട്ട് വാച്ചിൽ ഇങ്ങനൊരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ഇത് എപ്പോഴും പെയറിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിപ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഓഫ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അതിലൂടെയും നമുക്ക് കുറച്ച് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണിക്കും. ഇതിൽ കണ്ടിന്യൂ കൊടുക്കുക. വാച്ച് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഡിവൈസ് ഇവിടെ മേളിൽ കാണാൻ പറ്റും, കണക്റ്റഡ് ആണ് സ്റ്റാറ്റസ്. അതിൽ ബാറ്ററി പെർസെൻറ്റേജും കാര്യങ്ങളെല്ലാം അറിയാൻ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഇതിൽ നമുക്കിപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് കമ്പനി തരുന്ന കുറച്ച് വാച്ച് ഫേസസ് ഇതിൽ ആദ്യമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇനി അതേപോലെ അത് കൂടാതെ നമുക്കായിട്ട് കസ്റ്റം ചെയ്യാൻ പറ്റുന്ന വാച്ച് എന്ന് പറഞ്ഞാൽ വാച്ച് ഫേസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മേളിലുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോൾ ഞാൻ കസ്റ്റം ചെയ്തൊരെണ്ണമാണ്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിലിപ്പം ഓരോ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിക്ചേഴ്സിന്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിലാണ് പിക്ചർ മാറ്റേണ്ടത് ഇമെയിലത്തെ ഓപ്ഷൻ. അതുപോലെ കലണ്ടർ, എന്താ പറയുക ക്ലോക്ക്, അങ്ങനെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ഇതെല്ലാം നമുക്ക് ഈ
ഹോം സ്ക്രീനിൽ തന്നെ അവൈലബിൾ ആക്കുന്ന രീതിയിൽ ഇനേബിൾ ചെയ്തിടാൻ പറ്റും. പക്ഷെ എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടൈമാണ്. അതായത് ഇപ്പോൾ ടൈം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിവിടെ ഇപ്പോൾ 4 ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. ഈ 4 ഓപ്ഷൻസ് കൊടുക്കാമെന്ന് മാത്രമല്ല, ഈ ഒരു 4 പാറ്റേണിലുള്ളത് നമുക്ക് എവിടെ വേണോ കൊണ്ട് ഡ്രാഗ് ചെയ്ത് വെക്കാൻ പറ്റും. അതൊരു വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതെന്റെ ഒരു 5ാമത്തെ ബ്രാൻഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്മാർട്ട് വാച്ച്. കാരണം ഇതിനു മുന്നേ ഞാൻ അമേസ്ഫിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, പെബിൾ കോസ്മോസ് അൾട്ര യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൂടെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ആപ്ലിക്കേഷന്റെ UI എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് എന്താണോ വേണ്ടത്, ഇപ്പൊ കൂടുതൽ സംഭവമൊക്കെ കാണിച്ച് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നതിന് പകരം ഒരു കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ഒരു യൂസറിന് എന്താണോ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ ഈ ആംബ്രെയിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഇതിലിപ്പം നേരെ വരുമ്പോഴത്തേക്കും വാച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കുകയാണ് അവർ. നേരെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, സക്സസ്ഫുൾ ആയെന്ന് പറയുന്നു. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതിന്റെ ഇന്റർഫേസ് ഇത് കൂടെ തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ടേൺ ഓഫ് ചെയ്തിരിക്കുക ഞാൻ ഇപ്പോൾ എല്ലാം. അതിപ്പോൾ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ത്രൂ എല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ റിമൈൻഡർ, എന്തിനെങ്കിലും റിമൈൻഡേഴ്സോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ അത് ചെയ്യാം. അലാറം ചെയ്യാം. അതുപോലെ ഡ്രിങ്കിങ്ങിന്റെ നോട്ടിഫിക്കേഷൻ ഇടാൻ പറ്റും. വാഷ്, അതുപോലെ ടെലിഫോൺ കോൺടാക്ട്സ്, വെതർ. അപ്പം ഈ നോർമലി നമുക്ക് ആ ഫോണിൽ എന്താ പറയുക വാച്ചിൽ കൂടെ ചെയ്യേണ്ടത് ഇതെല്ലാം തന്നെ ഇതിൽ ഇപ്പം വാച്ചിൽ കൂടെ ഈ സെയിം സംഭവങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ത്രൂ ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷന്റെ ട്രാക്കിംഗ് എല്ലാം നോക്കുന്നത് ഈ ഫസ്റ്റത്തെ ഈ ഒരു ഓപ്ഷനിലാണ്, ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഇതിലാണ്. അപ്പൊ അതിലൂടെയാണ് നമ്മൾ ഈ ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, SpO2 അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം അറിയുന്നത്. അതിൽ എത്ര കലോറീസ് ബേൺ ചെയ്തു, എത്ര കിലോമീറ്റർ നമ്മളന്ന് നടന്നു, പിന്നെ അതുപോലെ എത്ര മിനിറ്റ് ഇത് യൂസ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വർക്കൗട്ട്സ് ആണ്. ഇപ്പൊ എന്തെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മോഡിലോട്ട് ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് അതിന്റെ റിസൾട്ട്സ് കാണിക്കുന്നതാണ്. പിന്നെ മീ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. അതായത് നമ്മൾ ഇനിഷ്യൽ സെറ്റപ്പ് ടൈമിൽ നമുക്ക് നമ്മുടെ ടോട്ടൽ വെയിറ്റ് എത്ര, പിന്നെ നമ്മുടെ ഹൈറ്റ് എത്ര, അങ്ങനെയൊക്കെ. കാരണം അതിന്റെയൊക്കെ ഒരു ഇൻഡെക്സ് റേഷ്യോയിലാണ് നമുക്ക് ഈ പറഞ്ഞ കലോറീസും എല്ലാം ഈ വാച്ച് തന്നെ, അതായത് നമുക്കുള്ള എന്താ പറയാ ഫുഡും ഡയറ്റും കാര്യങ്ങളെല്ലാം അവർ അത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വാച്ചിന്റെ സ്പീക്കർ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തോ. കാറിലിരുന്ന് കുറേ എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് യാതൊരു ഐഡിയ. അപ്പൊ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഹരിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കേൾക്കുന്നത് ഇതിലൂടെയാണ്. അവൻ പറഞ്ഞു എറണാകുളത്തേക്ക് വേണം. അങ്ങനെ അവൻ എന്നെ എറണാകുളത്തേക്ക് വിളിക്കുന്നു. അവരെനിക്ക് എറണാകുളത്ത് റൂം എടുത്തു. അത്യാവശ്യം വളരെ നല്ല സ്പീക്കർ ക്വാളിറ്റിയാണ് ഇതിനുള്ളത് ഈ ഒരു ഡിവൈസ്. സോ ഫ്രണ്ട്സ്, വാച്ചിന്റെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ഇത് ആർക്കും വളരെ എളുപ്പത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്മാർട്ട് വാച്ച് ആണ്. പിന്നെ എസ്പെഷ്യലി ഇതിന്റെ പ്രൈസ് ആണ് ഞാൻ വളരെ അട്രാക്റ്റ് ആയത്. പ്രൈസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 1499, അതായത് 1500 രൂപയാണ്. അപ്പോൾ 1500 രൂപയ്ക്ക് എന്തുകൊണ്ടും ഇതൊരു വളരെ വർത്ത് ആയിട്ടുള്ളൊരു ചോയ്സ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ 1000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, AMOLED വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, പിന്നെ മൈക്ക് ഇൻബിൽട്ട് വരുന്നുണ്ട്, സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്മാർട്ട് വാച്ചിന് വേണ്ട എല്ലാ സാധനങ്ങളും A to Z സാധനങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് ആർക്കും കണ്ണും വിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സ്മാർട്ട് വാച്ചാണ്. പോരാഞ്ഞിട്ടൊരു ഇന്ത്യൻ ബ്രാൻഡും കൂടെയാണ്. അതുപോലെ ഇതിന്റെ എടുത്ത് പറയേണ്ട ഒരു നല്ല ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോളിംഗ് ഫീച്ചറാണ്. കോളിംഗ് ഫീച്ചർ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. സ്പീക്കർ ക്വാളിറ്റി ആയാലും അത്യാവശ്യം നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ വോയിസ് ആണ്. എന്തുകൊണ്ടും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ 2023 മിഡിൽ എടുത്തു കഴിഞ്ഞാൽ കൂടി, ഇതിപ്പോ ഡിസംബറിൽ ലോഞ്ച് ചെയ്തതാണ്. അങ്ങനെ പോയാലും ഒരു 6-7 മാസം കഴിഞ്ഞാൽ ഇപ്പോഴല്ല, ആസിഫിന് നമുക്ക് ഇപ്പൊ നോക്കിയാൽ കൂടി ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വേറൊരു സ്മാർട്ട് വാച്ച് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ 1500 ആണ് അതിന്റെ ഒരു റേഞ്ച് വരുന്നത്. ഞാൻ എന്തായാലും പ്രോഡക്റ്റിന്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ അതുപോലെ ഏറ്റവും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ആംബ്രെയിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് കാണിക്കുന്നത് 2000 rupees ആണ്. സോ ഐ ഡോണ്ട് നോ വൈ ദോസ് ഗൈസ് ആർ ഡൂയിങ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും. ചിലപ്പോൾ ഇപ്പം ആംബ്രെയിനിലൂടെ പർച്ചേസ് ചെയ്യാതെ ഫ്ലിപ്കാർട്ടിലൂടെ ആമസോണിലൂടെയും കൂടെ പർച്ചേസ് കൂട്ടാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഇതായിരിക്കാം മേ ബി. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിന് വളരെ നല്ലൊരു ഡിവൈസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും കണ്ണും പൂട്ടി എടുക്കാം എന്നുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ.